നമസ്കാരം. വേദ ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി. ശനിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശനിദോഷം ബാധിച്ചാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നതുമാണ്. നിലവിൽ ശനി കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശനി മാറുന്നതോടെ തലവര മാറുന്നത് ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് പുഷ്കര യോഗം രൂപാന്തരപ്പെടുകയാണ്. അതിനാൽ തന്നെ മഹാധനികരാകാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുക. അതിവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഡിസംബർ 9, 10, 11, 12, 13 എന്നീ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ ദിവസങ്ങളിലാണ് കൂടുതലായും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് പുഷ്കര യോഗത്താൽ കൈകളിലേക്ക് ധനം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. പലതരത്തിലുള്ള സമ്മാനങ്ങളും ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പൂർവിക സ്വത്തുക്കളിൽ നിന്നും ഒരു വിഹിതം അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കൾ നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സ്ഥലം, പണം എന്നിവ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിക്കുന്നതായ രീതിയിൽ ജീവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. വസ്ത്രങ്ങൾ കൂടാതെ ആഡംബര വസ്തുക്കൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വില കൂടിയ വാഹനങ്ങൾ പോലും വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങളുണ്ട്. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ബിസിനസ് പരമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. സാമ്പത്തിക ബാധ്യതകളുണ്ട് എങ്കിൽ അത് തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ ഉപയോഗിക്കുവാനോ ഉള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായി വിജയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക്, ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുറം രാജ്യത്തേക്ക് നോക്കുന്നവർക്ക് അവസരങ്ങൾ കൂടുതലായും വന്ന് ചേരുന്ന സമയമാകുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുക, വിദേശത്തേക്ക് പോവുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അഥവാ സാമ്പത്തികപരമായ ദുരിതങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധി വരെ അകലുന്നതായ സമയമാകുന്നു. വീട് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം തന്നെ നയിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക എന്നോർക്കുക. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തികപരമായ ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം ബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കാം. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടതായ പൂർവിക സ്വത്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആവശ്യത്തിലധികം പണം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പങ്കാളികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ
പുതിയ ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സിന് വേണ്ട സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒപ്പം നിന്ന് ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നതാകുന്നു. അഥവാ നിങ്ങൾക്ക് വേണ്ട സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തർക്കങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. വിജയം നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പുഷ്കര യോഗത്താൽ ഇവർക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വിജയം പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. പണം പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരാം. ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. വില കൂടിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം നൽകുന്ന സമയം തന്നെയാണ് ഉള്ളത്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ യാത്രകൾ, ധനപരമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ധനം കൈകളിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ സഹായം ലഭിക്കുക, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. ജോലി ലഭിക്കുക, വിദേശത്ത് പോവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെയ്യുന്നതായ പല പ്രവർത്തനങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽപരമോ ബിസിനസ് പരമോ ആകാം. കൂടാതെ ഈ സമയം നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കുക, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്ത് ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പോലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലിക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. പുറം രാജ്യത്തേക്ക് നോക്കുന്നവർക്ക് അവസരങ്ങൾ അല്പം കൂടുതലായി ലഭിക്കും. ജോലി നാട്ടിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും വിട്ടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. ജോലിയിൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പിന്തുണ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക.